തമിഴകം കണ്ണീരൊഴുക്കിയ ഇതുപോലൊരു ഡിസംബറിലാണ് എം.ജി.ആറും മറീന തീരത്തെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് യാത്രയായത്. രാജാജി നഗറിലൂടെ തമിഴകത്തിന്റെ നായകൻ യാത്രയാകുമ്പോൾ ശവമഞ്ചത്തിൽ അപ്രതീക്ഷിതമായി ജയലളിത. ഡെഡ് ബോഡി എടുക്കാൻ തുടങ്ങണമെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവർ ഒരു തമിഴ് സിനിമ സ്ക്രിപ്റ്റ് പോലെ ഡ്രസ്സൊക്കെ മാറി ഒരു വെള്ളയും കൊടുത്ത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഗൺ കാരേജിൻ്റെ മുകളിലേക്ക് ചാടി കയറുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രഗതി നിർണയിച്ച ഈ നിമിഷങ്ങൾ പകർത്തിയത് അന്ന് മാതൃഭൂമി ഫോട്ടോഗ്രാഫറായിരുന്ന രാജൻ പൊതുവാളായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ഇതിന് മുകളിൽ ഇരിക്കാൻ പറ്റാനുള്ളത്. അങ്ങനെ ഈ ഡെഡ് ബോഡി തള്ളി നീക്കുകയാണ്. എന്നിട്ട് കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ജാനകിയുടെ ആൾക്കാർ മനസ്സിലാക്കിയത് ജയലളിത ഇതുപോലെ ഇരുന്ന് മറീന ബീച്ച് വരെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഭയങ്കര. അപ്പോൾ അവരെ ഇറക്കണം. അപ്പോൾ അവർ ബഹളം കൂട്ടിയപ്പോൾ നാച്ചുറലി പോലീസുകാരും മറ്റു ഉദ്യോഗസ്ഥരെല്ലാവരും കൂടിയിട്ട് ഇവർ എഴുന്നേക്കാൻ പറഞ്ഞു. പിന്നെ അവരെന്ത് ചോദിച്ചാൽ ഇപ്പോൾ കീഴ്പ്പെട്ടിനെ ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഈ ഗൺ കാരേജിന് മുകളിൽ കൂടെ നടന്ന് ഈ 15 അടി ഉയരുള്ള ആ ബെൻസ് ലോറിയുടെ മുകളിൽ കയറിയപ്പോഴാണ് ഈ ജാനകിയുടെ മരുമകൻ ദീപൻ തലയിപ്പിച്ച് നേരെ തള്ളിയിടും. എം.ജി.ആറിന്റെ നിഴലിനെ അപമാനിച്ചിറക്കി വിട്ടത് തമിഴ് മക്കൾ പൊറുത്തില്ല. ആയിരങ്ങളുടെ കണ്ണീരിൽ നിന്നും ഉയിർകൊണ്ട ജയലളിത തമിഴകത്തിന്റെ അമ്മയായി. കാഴ്ചകളുടെ ഈ തനിയാവർത്തനത്തിൽ ഒപ്പിയെടുക്കുന്ന ഫ്രെയിമുകളിൽ എവിടെയോ ഉണ്ട് തമിഴകത്തിന്റെ പുതിയ നേതാവ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.